നിങ്ങൾ എപ്പോഴെങ്കിലും ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ഈ അഗാധമായ മൗനത്തിൽ നിങ്ങൾക്ക് ഉള്ളിലേക്ക് നോക്കാൻ കഴിയുന്ന ആ നിമിഷം, സൃഷ്ടിയുടെ ഉന്നതിയിൽ നിൽക്കുന്ന നിമിഷം, ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം നിങ്ങൾ അനുഭവിക്കുന്നു എന്ന് തിരിച്ചറിയുന്ന ആ നിമിഷം, മരണത്തോട് നിങ്ങൾ എത്ര അടുത്താണ് നിൽക്കുന്നത് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് കേവലം ഒരു ശാരീരിക പ്രവൃത്തി മാത്രമാണെന്ന് നിങ്ങൾ കരുതുന്നു. അത് ശരീരത്തിന്റെ ഒരു ആവശ്യം മാത്രമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. അത് തീരുമ്പോൾ നിങ്ങൾക്കൊരു ലാഘവം അനുഭവപ്പെടുന്നു. എന്നാൽ നിങ്ങൾ ആശ്വാസം എന്ന് വിളിക്കുന്നത്, ആനന്ദം എന്ന് വിളിക്കുന്നത് യഥാർത്ഥത്തിൽ നിങ്ങളുടെ സ്വന്തം അസ്തിത്വത്തെ, നിങ്ങളുടെ മനസ്സിനെ, നിങ്ങളുടെ മസ്തിഷ്കത്തെ ഞെക്കിപ്പിഴിയുന്ന ഒന്നാണെന്ന് നിങ്ങൾക്കറിയാമോ? ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ഒരു ശാസ്ത്രത്തെക്കുറിച്ചാണ്. അത് ഇതുവരെ ശാസ്ത്ര ലബോറട്ടറികളിൽ പോലും പൂർണ്ണമായി പഠിക്കപ്പെട്ടിട്ടില്ല. എന്നാൽ നിങ്ങളുടെ മുനിമാരും ജ്ഞാനികളും ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് അവരുടെ ഉൾക്കാഴ്ചയിലൂടെ അത് കണ്ടെത്തിയിരുന്നു. ഇന്ന് ശാസ്ത്രം അത്ഭുതപ്പെടുന്നു. നിഷേധിക്കാൻ കഴിയാത്ത ഒരു സത്യത്തിനു മുന്നിൽ ആധുനിക വൈദ്യശാസ്ത്രം ഇന്ന് അമ്പരന്നു നിൽക്കുന്നു. സത്യം ഇതാണ്: നിങ്ങളുടെ ശരീരത്തിലുള്ള ആ ശ്വേത ഊർജം, നിങ്ങൾ വളരെ എളുപ്പത്തിൽ പാഴാക്കിക്കളയുന്ന ആ വിത്ത്, നിങ്ങളുടെ നട്ടെല്ലിനുള്ളിലൂടെ ഒഴുകുന്ന ആ വിശുദ്ധ ജലം, ആ ദ്രാവകവും മസ്തിഷ്ക ദ്രാവകവും തമ്മിലുള്ള രാസഘടന എത്രമാത്രം സമാനമാണെന്ന് നിങ്ങൾക്കറിയാമോ? പ്രകൃതി ഒരിക്കലും യാദൃശ്ചികമായി ഒന്നും ചെയ്യുന്നില്ല. പ്രകൃതി വെറുതെ കളികളിൽ ഏർപ്പെടുന്നില്ല. അത് ബീജത്തെയും മസ്തിഷ്ക ദ്രാവകത്തെയും ഇത്രത്തോളം സമാനമാക്കിയിട്ടുണ്ടെങ്കിൽ അതിനു പിന്നിൽ അഗാധമായ ഒരു രഹസ്യം ഒളിഞ്ഞിരിപ്പുണ്ട്. നിങ്ങൾ അത് മനസ്സിലാക്കിയാൽ മനുഷ്യനിൽ നിന്ന് ദൈവത്തിലേക്കുള്ള യാത്രയിൽ നിങ്ങളെ നയിക്കുന്ന ഒരു രഹസ്യം. നിങ്ങളത് മനസ്സിലാക്കുന്നില്ലെങ്കിൽ നിങ്ങൾ വെറും ഒരു യന്ത്രമായി മാറും. ഭക്ഷണത്തെ മലമായി മാറ്റുന്നതല്ലാതെ മറ്റൊന്നും ചെയ്യാത്ത ഒരു യന്ത്രം. അല്പം ചിന്തിച്ചു നോക്കൂ. പ്രകൃതി നിങ്ങളുടെ തലച്ചോറിനെ ഏറ്റവും സുരക്ഷിതമായ ഒരു പെട്ടകത്തിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. നിങ്ങളുടെ തലയോട്ടിയുടെ ശക്തമായ എല്ലുകൾക്ക് താഴെ അവിടെ പോലും അത് ഉണങ്ങാൻ അനുവദിച്ചിട്ടില്ല. നിങ്ങളുടെ മനസ്സ്, നിങ്ങളുടെ തലച്ചോറ് ഒരു പ്രത്യേകതരം ദ്രാവകത്തിൽ, ഒരു പ്രത്യേകതരം ജലത്തിൽ പൊങ്ങിക്കിടക്കുന്നു. ശാസ്ത്രം ഇതിനെ എന്തു വേണമെങ്കിലും വിളിക്കട്ടെ, എന്നാൽ യോഗയുടെ ഭാഷയിൽ അത് അതേ സോമരസമാണ്. ഇത് അതേ ഊർജമാണ്. അത് താഴേക്ക് ഒഴുകിയാൽ അത് ജീവനെ സൃഷ്ടിക്കുന്നു. അത് മുകളിലേക്ക് പോയാൽ അത് നിങ്ങൾക്ക് ഒരു പുതിയ ജന്മം നൽകുന്നു. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ഉള്ളിൽ നിധി എവിടെയാണെന്ന് ആരും നിങ്ങളോട് പറഞ്ഞില്ല. നിങ്ങൾ ഒരു യാചകനെ പോലെ ഒരു പാത്രം പുറത്തുവെച്ച് സന്തോഷത്തിനായി ഇരക്കുന്നു. നിങ്ങളുടെ ഉള്ളിൽ തന്നെ നിങ്ങളെ ഒരു ചക്രവർത്തിയാക്കി മാറ്റാൻ കഴിയുന്ന രസതന്ത്രം രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ഈ മായയെ തകർക്കും. ഇന്ന് ശരീരത്തിന്റെ രസതന്ത്രത്തെക്കുറിച്ച് പഠിക്കും. ബോധപൂർവം ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ഇത് അനിവാര്യമാണ്. നിങ്ങൾ കാമം എന്ന് വിളിക്കുന്നത്, നിങ്ങൾ ബന്ധം എന്ന് വിളിക്കുന്നത് രണ്ട് ശരീരങ്ങളുടെ സംഗമം മാത്രമല്ല. ഇത് നിങ്ങളുടെ ശരീരത്തിന്റെ മുഴുവൻ യന്ത്ര സംവിധാനത്തിന്റെയും ഫലമാണ്. നിങ്ങളുടെ ശരീരത്തിലെ ഓരോ സുഷിരത്തിന്റെയും കഠിനാധ്വാനത്തിന്റെ ഫലമാണ്. നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിന് എന്ത് സംഭവിക്കുമെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നു, നിങ്ങളുടെ ശരീരം അത് ദഹിപ്പിക്കുന്നു. ആ ഭക്ഷണം ആദ്യം രസമായി മാറുന്നു, പിന്നെ ആ രസം രക്തമായി മാറുന്നു. ശരീരം ആ രക്തത്തെ വീണ്ടും പാകം ചെയ്യുകയും ചൂടാക്കുകയും ചെയ്യുന്നു. പിന്നീട് അത് മാംസമായി മാറുന്നു. മാംസത്തിൽ നിന്നും മജ്ജ രൂപപ്പെടുന്നു, കൊഴുപ്പ് രൂപപ്പെടുന്നു, എല്ലുകൾ രൂപപ്പെടുന്നു. ഈ മുഴുവൻ പ്രക്രിയയും പൂർത്തിയാകുമ്പോൾ ശരീരം അതിൻ്റെ മുഴുവൻ കഴിവും അതിൻ്റെ മുഴുവൻ അഗ്നിയും ചെലുത്തുമ്പോൾ ഒടുവിൽ പുറത്തുവിടുന്ന സത്ത, ഈ മുഴുവൻ ശരീരത്തിൻ്റെയും സത്ത ബീജമായി മാറുന്നു. ഇത് ഒരു ദിവസത്തെ നേട്ടമല്ല. ശാസ്ത്രജ്ഞരും നിങ്ങളുടെ ആയുർവേദ ഗ്രന്ഥങ്ങളും ഇതാണ് പറയുന്നത്. ഭക്ഷണം വീര്യമായി മാറാൻ മാസങ്ങളെടുക്കും. ഇതൊരു ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കാം. ഒരു കർഷകൻ ഒരു കരിമ്പു പാടത്ത് നിൽക്കുന്നത് സങ്കൽപ്പിക്കുക. ആയിരക്കണക്കിന് കരിമ്പുകൾ അവിടെയുണ്ട്. അവൻ അവയെല്ലാം മുറിക്കുന്നു, അവയെ യന്ത്രത്തിലിടുന്നു. ആ ആയിരക്കണക്കിന് കരിമ്പുകളിൽ നിന്ന് വരുന്ന നീര് അപ്പോഴും വെള്ളം പോലെയാണ് ഇരിക്കുന്നത്. പിന്നീട് അവൻ അതൊരു പാത്രത്തിൽ വെച്ച് മണിക്കൂറുകളോളം അഗ്നിയിൽ ചൂടാക്കുന്നു. എല്ലാ വെള്ളവും നീരാവിയായി പോകുന്നു. വളരെ കുറച്ച് ശർക്കര മാത്രമാണ്
അവസാനം ബാക്കിയാകുന്നത്. വീര്യം എന്നത് നിങ്ങളുടെ ശരീരത്തിലെ ആ ശർക്കരയാണ്, അവസാനത്തെ സത്തയാണ്. നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? നിങ്ങളുടെ ശരീരത്തിലെ ഓരോ കോശവും നിർമ്മിച്ച ആ സത്തയെ ഒരു നിമിഷത്തെ വിറയലിലൂടെ നിങ്ങൾ പുറന്തള്ളുന്നു. നിങ്ങൾ അത് പുറത്തു കളയുമ്പോൾ ഞാൻ വളരെ ലഘുവായി അനുഭവപ്പെടുന്നു എന്ന് നിങ്ങൾ പറയുന്നു. ഇത് ലഘുത്വമല്ല, ഇത് ശൂന്യതയാണ്, ഇത് പാപ്പരത്തമാണ്. നിങ്ങൾ നിങ്ങളുടെ ഖജനാവ് കാലിയാക്കി. ഒരു ഭാരം ഇറക്കിവെച്ചതായി നിങ്ങൾക്ക് തോന്നുന്നു. ഭാരം ഇറക്കിവെച്ചതല്ല, നിങ്ങൾ നിങ്ങളുടെ ശക്തി നഷ്ടപ്പെടുത്തി. ഇപ്പോൾ ഏറ്റവും ആഴമേറിയ ഒരു കാര്യം ഇവിടെ മനസ്സിലാക്കണം. അത് വളരെ ശ്രദ്ധിച്ചു കേൾക്കുക. കാരണം ഇവിടെയാണ് പുരുഷന്മാർക്ക് പിഴയ്ക്കുന്നത്. നിങ്ങളുടെ ബീജവും നിങ്ങളുടെ നാഡീവ്യവസ്ഥയും തമ്മിൽ അഗാധമായ ബന്ധമുണ്ട്. ആധുനിക ശാസ്ത്രം വീര്യത്തെ വിശകലനം ചെയ്തപ്പോൾ അവർ അത് മൈക്രോസ്കോപ്പിന് താഴെ പരിശോധിച്ചപ്പോൾ നിങ്ങളുടെ മസ്തിഷ്ക കോശങ്ങളിൽ കാണപ്പെടുന്ന അതേ മൂലകങ്ങൾ അവർ കണ്ടെത്തി. ലെസിത്തിൻ, ഫോസ്ഫറസ്, കൂടാതെ മസ്തിഷ്ക പ്രവർത്തനങ്ങൾക്ക് കാരണമാകുന്ന പല പ്രോട്ടീനുകൾ. ഈ രണ്ട് പേരുകൾ ഓർമ്മിക്കുക: ലെസിത്തിൻ, ഫോസ്ഫറസ്. ഇവയാണ് നിങ്ങളുടെ നാഡികളെ നിർമ്മിക്കുന്ന ഘടകങ്ങൾ. വൈദ്യുത കമ്പികളിൽ ചെമ്പുള്ളതുപോലെ നിങ്ങളുടെ നാഡികളും ഇവയാൽ നിർമ്മിതമാണ്. നിങ്ങൾ ചിന്തിക്കുന്നതും അനുഭവിക്കുന്നതും ഓർമ്മിക്കുന്നതും എല്ലാം ഈ ഘടകങ്ങളാലാണ്. ഇപ്പോൾ കണക്ക് ലളിതവും എന്നാൽ ക്രൂരവുമാണ്. ശരീരത്തിൽ ഫോസ്ഫറസിന്റെ അളവ് വളരെ കുറവാണ്. നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് വളരെ കുറച്ചു മാത്രമേ അത് വേർതിരിച്ചെടുക്കാൻ കഴിയൂ. ഇപ്പോൾ ശരീരത്തിന് മുന്നിൽ രണ്ട് വഴികളുണ്ട്. ഒന്നുകിൽ ആ വിലപ്പെട്ട ഫോസ്ഫറസിനെ നിങ്ങളുടെ മസ്തിഷ്കത്തിന് നൽകുക. അതിലൂടെ നിങ്ങളുടെ ബുദ്ധി മൂർച്ചയുള്ളതാകും, നിങ്ങളുടെ ഓർമ്മശക്തി വർദ്ധിക്കും, നിങ്ങളുടെ മുഖം പ്രകാശിക്കും. അല്ലെങ്കിൽ അത് ആ ഫോസ്ഫറസ് ശേഖരിച്ച് ബീജത്തിന്റെ രൂപത്തിൽ പുറന്തള്ളും. 99% ആളുകളും രണ്ടാമത്തെ പാതയിലാണ്. അവർ അവരുടെ മസ്തിഷ്കത്തിന് ലഭിക്കേണ്ട ഭക്ഷണം ജനനേന്ദ്രിയങ്ങളിലൂടെ പുറത്തുകളയുന്നു. അതുകൊണ്ടാണ് ഒരാൾ ലൈംഗിക മോഹങ്ങളിൽ അമിതമായി ഏർപ്പെടുമ്പോൾ അവരുടെ ബുദ്ധി മന്ദീഭവിക്കുന്നത്. അവർക്ക് ഓർമ്മശക്തി നഷ്ടപ്പെടുന്നു. ഇന്നത്തെ യുവതലമുറ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ബ്രെയിൻ ഫോഗ്. എല്ലാം മങ്ങലായി കാണുന്നു. തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്നില്ല. ആത്മവിശ്വാസമില്ല. ചെറിയ കാര്യങ്ങൾക്ക് പോലും അവർ പരിഭ്രാന്തരാകുന്നു. എന്തുകൊണ്ട്? കാരണം എഞ്ചിൻ ആവശ്യമുള്ള ഇന്ധനം നിങ്ങൾ ചോർത്തിക്കളഞ്ഞു. ഇപ്പോൾ നിങ്ങൾ കഷ്ടപ്പെടുന്നു. നിങ്ങളുടെ മസ്തിഷ്കം വരണ്ടുപോയി. മസ്തിഷ്കം പൊങ്ങിക്കിടക്കേണ്ട ദ്രാവകം കുറഞ്ഞുപോയി. താമര വിരിഞ്ഞു നിൽക്കുന്ന ഒരു കുളം പോലെ സങ്കൽപ്പിക്കുക. കുളത്തിലെ വെള്ളം നിങ്ങൾ വറ്റിച്ചു. ഇപ്പോൾ വെള്ളമില്ല. അതുകൊണ്ട് താമര വാടിപ്പോകും. നിങ്ങളുടെ മനസ്സും ആ ഉണങ്ങിയ കുളം പോലെയായി. പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുന്നില്ല എന്ന് നിങ്ങൾ പരാതിപ്പെടുന്നു. ധ്യാനിക്കാൻ കഴിയുന്നില്ല എന്ന് നിങ്ങൾ പറയുന്നു. നിങ്ങൾക്ക് എങ്ങനെ ധ്യാനിക്കാൻ കഴിയും? ധ്യാനത്തിന് ഊർജം ആവശ്യമാണ്. ധ്യാനമെന്നത് നിസ്സാരമായ ഒരു കാര്യമല്ല. ധ്യാനത്തിന് ഊർജത്തിന്റെ ഉന്നതമായ പ്രവാഹം ആവശ്യമാണ്. എന്നാൽ നിങ്ങളുടെ പക്കൽ ഊർജമില്ല. എല്ലാ ദിവസവും നിങ്ങൾ നിങ്ങളുടെ ബാറ്ററികൾ ശൂന്യമാക്കുകയാണ്. എന്നിട്ട് ബൾബ് കത്തുമെന്ന് പ്രതീക്ഷിക്കുന്നുവോ? ബൾബ് കത്തുകയില്ല. പ്രകൃതിയുടെ നിയമങ്ങൾ കരുണയില്ലാത്തവയാണ്. അവ നിങ്ങളെ തടയില്ല. നിങ്ങളൊരു കുഴിയിൽ വീഴാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഗുരുത്വാകർഷണം നിങ്ങളെ താഴേക്ക് വലിക്കാൻ തയ്യാറാണ്. വെള്ളം എപ്പോഴും താഴേക്കാണ് ഒഴുകുന്നത്. അത് അതിൻ്റെ സ്വഭാവമാണ്. ഊർജവും എപ്പോഴും താഴേക്ക് ഒഴുകാൻ ആഗ്രഹിക്കുന്നു. അവിടെ പോകുന്നത് എളുപ്പമാണ്. കുട്ടികളെ പ്രസവിക്കുന്നത് എളുപ്പമാണ്. കാമത്താൽ ആകർഷിക്കപ്പെടുന്നത് എളുപ്പമാണ്. മൃഗങ്ങളും പക്ഷികളും എല്ലാം ഇതുതന്നെയാണ് ചെയ്യുന്നത്. ഇതിൽ പ്രത്യേകതയൊന്നുമില്ല. എന്നാൽ നിങ്ങൾക്ക് മുകളിലേക്ക് ഉയരണമെങ്കിൽ ഗുരുത്വാകർഷണത്തെ മറികടക്കണം. നിങ്ങൾ വെള്ളത്തെ മുകളിലേക്ക് ഉയർത്തണം. ഇതാണ് മനുഷ്യനെ മൃഗങ്ങളിൽ നിന്ന് വേർതിരിക്കുന്ന ശാസ്ത്രം. നിങ്ങളുടെ നട്ടെല്ല് വെറും എല്ലുകളുടെ ഒരു ചങ്ങലയല്ല, അതൊരു ഏണിയാണ്. ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്കുള്ള ഒരു ഏണി. ഈ ഏണിക്കുള്ളിൽ ഒരു പാതയുണ്ട്, ഏറ്റവും ഉത്തമമായ ഒരു ചാനൽ. അതിലൂടെ ഊർജത്തിന് മുകളിലേക്ക് പോകാൻ കഴിയും. ശരീരത്തിൽ ബീജം ഉൽപ്പാദിപ്പിക്കപ്പെടുകയും അത് വംശവർദ്ധനവിനായി ഉപയോഗിക്കാതിരിക്കുകയും ചെയ്താൽ ശരീരം എന്താണ് ചെയ്യുന്നത്? അത് നശിച്ചു പോകുമോ? ഇല്ല. ശരീരം ആരോഗ്യകരമാണെങ്കിൽ
ഊർജപ്രവാഹം ശരിയാണെങ്കിൽ ഒരു അത്ഭുതം സംഭവിക്കുന്നു. അതിനെയാണ് യോഗ ഊർധ്വഗതി എന്ന് വിളിക്കുന്നത്. എന്നാൽ ആ അത്ഭുതത്തെക്കുറിച്ച് സംസാരിക്കുന്നതിന് മുൻപ് നിങ്ങളുടെ രോഗത്തെക്കുറിച്ച് കുറച്ചുകൂടി ആഴത്തിൽ മനസ്സിലാക്കണം. നിങ്ങൾ സ്നേഹം എന്ന് വിളിക്കുന്നത് പലപ്പോഴും കാമം മാത്രമാണ്. കാമം എന്നാൽ മറ്റൊരാളെ ഉപയോഗിച്ച് നിങ്ങളുടെ ആന്തരിക ചൊറിച്ചിൽ മാറ്റുക എന്നതാണ്. ബീജം പുറത്തു പോകുമ്പോൾ ആ ഊർജം ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെടുമ്പോൾ ശരീരം ഒരു ആഘാതം അനുഭവിക്കുന്നു. അതിനുശേഷം വരുന്ന അഗാധമായ ഒരു സങ്കടം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഓരോ ജീവിയും ലൈംഗിക ബന്ധത്തിന് ശേഷം സങ്കടപ്പെടുന്നു. എന്തുകൊണ്ട്? കാരണം നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു ഭാഗം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു. നിങ്ങളുടെ മരണത്തോട് നിങ്ങൾ അല്പം കൂടി അടുത്തു. ആയുർവേദം വ്യക്തമായി പറയുന്നു, മരണം ബിന്ദുപാതേന ജീവനം ബിന്ദുധാരണാത്. ബിന്ദു വീഴുന്നത് മരണം, അതിനെ പിടിച്ചു നിർത്തുന്നത് ജീവിതം. ഇതൊരു സദാചാര പാഠമല്ല. ഞാൻ നിങ്ങളെ ധാർമ്മികത പഠിപ്പിക്കുകയല്ല. ഇതൊരു പാപമാണെന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ സയൻസിന്റെ ഭാഷയാണ് സംസാരിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ കൈ തീയിൽ വെച്ചാൽ അത് പൊള്ളും. ഇത് പാപമല്ല, ഇത് ശാസ്ത്രമാണ്. അതുപോലെ നിങ്ങളുടെ ജീവശക്തിയെ, നിങ്ങളുടെ ശ്വേതരക്തത്തെ നിങ്ങൾ പാഴാക്കിക്കൊണ്ടിരുന്നാൽ നിങ്ങൾ മാനസികമായും ശാരീരികമായും ആത്മീയമായും ദാരിദ്ര്യം അനുഭവിക്കും. നിങ്ങളുടെ ഉള്ളിലുള്ള അസ്വസ്ഥത, ചെറിയ കാര്യങ്ങളിൽ തോന്നുന്ന ദേഷ്യം, ഇവയെല്ലാം നിങ്ങളുടെ നാഡീവ്യവസ്ഥയുടെ ബലഹീനതയല്ലാതെ മറ്റൊന്നുമല്ല. നിങ്ങളുടെ നാഡികൾക്ക് ആവശ്യമായ പോഷണം, ലെസിറ്റിൻ, ഫോസ്ഫറസ്, ഇവയെല്ലാം നിങ്ങൾ ചോർത്തിക്കളഞ്ഞു. ഇപ്പോൾ ഉണങ്ങിയ നാഡികൾ പരസ്പരം ഉരസുന്നു. എണ്ണയില്ലാത്ത യന്ത്രം ശബ്ദമുണ്ടാക്കി ചൂടാകുന്നതുപോലെ നിങ്ങളുടെ തലച്ചോറും ചൂടാകുന്നു. നിങ്ങൾ വിഷാദത്തെക്കുറിച്ച് സംസാരിക്കുന്നു. എന്താണ് വിഷാദം? ഊർജത്തിന്റെ കുറഞ്ഞ അവസ്ഥ. നിങ്ങളുടെ പക്കൽ ഊർജമില്ലാത്തപ്പോൾ എവിടെ നിന്നാണ് ആവേശം വരിക? ആവേശത്തിന് ഉള്ളിൽ ഒരു പൂർണ്ണത ആവശ്യമാണ്. ഒരു യോഗിയുടെ കണ്ണുകളിലേക്ക് നോക്കൂ. അവരുടെ ഊർജത്തെ നിയന്ത്രിച്ച ഒരാളുടെ കണ്ണുകൾ. അത് ഒരു കാന്തം പോലെ നിങ്ങളെ ആകർഷിക്കും. അദ്ദേഹം ഒന്നും സംസാരിച്ചില്ലെങ്കിലും അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ നിങ്ങൾ സമാധാനം കണ്ടെത്തും. എന്തുകൊണ്ട്? കാരണം അദ്ദേഹത്തിന്റെ ജൈവ വൈദ്യുത പ്രവാഹം പൂർണ്ണമാണ്. അദ്ദേഹത്തിന്റെ ബൾബ് പ്രകാശത്തോടെ കത്തുന്നു. എന്നാൽ നിങ്ങളുടെ ബൾബ് മിന്നി മിന്നി കത്തുന്നു. കാരണം വോൾട്ടേജ് ഇല്ല. ഇന്ന് പുരുഷന്മാർ ഭയത്തിലാണ് ജീവിക്കുന്നത്. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടില്ലെങ്കിൽ തങ്ങൾക്ക് എന്തെങ്കിലും അസുഖം വരുമെന്ന് അവർ വിശ്വസിക്കുന്നു. വീര്യം പുറത്തുവിട്ടില്ലെങ്കിൽ അത് തലച്ചോറിൽ പോയി ഭ്രാന്തുണ്ടാക്കുമെന്ന് അവർ കരുതുന്നു. ഇവയെല്ലാം നിങ്ങളെ ബലഹീനരാക്കാൻ ആഗ്രഹിക്കുന്നവർ പ്രചരിപ്പിക്കുന്ന തെറ്റായ ധാരണകളാണ്. വിപണി നിങ്ങളെ ബലഹീനരാക്കാൻ ആഗ്രഹിക്കുന്നു. കാരണം നിങ്ങൾ ബലഹീനരാണെങ്കിൽ നിങ്ങൾ അവരുടെ മരുന്നുകൾ വാങ്ങും, നിങ്ങൾ അവരുടെ വിനോദങ്ങൾ വാങ്ങും, നിങ്ങൾ അശ്ലീലത വാങ്ങും. ഒരു ശക്തനായ വ്യക്തി വിപണിയുടെ അടിമയല്ല, അവർ സ്വന്തം യജമാനനാണ്. ഈ ശരീരം ഒരു അത്ഭുതകരമായ യന്ത്രമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതിന് മാറ്റാനുള്ള കഴിവുണ്ട്. കൽക്കരി വജ്രമായി മാറുന്നു. കൽക്കരിയും വജ്രവും തമ്മിൽ രാസപരമായി വ്യത്യാസമൊന്നുമില്ല. രണ്ടും കാർബണാണ്. വ്യത്യാസം ഇതാണ്: കൽക്കരി പച്ചയായ അവസ്ഥയാണ്. വജ്രം എന്നത് കഠിനമായ സമ്മർദ്ദത്തിലും ചൂടിലും പാകം ചെയ്യപ്പെട്ട ഒന്നാണ്. നിങ്ങളുടെ ഉള്ളിലെ വീര്യം കൽക്കരിയാണ്. അത് താഴെ വീണാൽ അത് വെറും കൽക്കരിയായി അവശേഷിക്കും. അത് ചാരമായി മാറും. എന്നാൽ അത് തപസ് എന്ന അഗ്നിയിൽ, ബോധം എന്ന അഗ്നിയിൽ പാകം ചെയ്യപ്പെട്ട് നട്ടെല്ലിലൂടെ മുകളിലേക്ക് ഉയർന്നാൽ അത് വജ്രമായി മാറുന്നു. ഇത് അമൃതമായി മാറുന്നു. പ്രാചീന കാലത്ത് മുനിമാർ ഇതിനെ അമൃതം എന്ന് വിളിച്ചു. തലയ്ക്കുള്ളിലെ സഹസ്രാരത്തിൽ നിന്ന് അമൃതം ഒഴുകുന്നു എന്ന് അവർ പറഞ്ഞു. ആളുകൾ ഇത് വെറും കവിതയാണെന്ന് കരുതുന്നു. ഇത് കവിതയല്ല, ഇത് ശാരീരികമായ സത്യമാണ്. നിങ്ങളുടെ ലൈംഗിക ഊർജം മസ്തിഷ്കത്തിലെത്തുമ്പോൾ അവിടെയുള്ള ഗ്രന്ഥികൾ ഒരു പ്രത്യേകതരം ദ്രാവകം ഉൽപ്പാദിപ്പിക്കുന്നു. ആ ദ്രാവകം അത്യന്തം ആനന്ദദായകമാണ്, ലഹരി നൽകുന്നതാണ്. മദ്യം, മയക്കുമരുന്ന് അല്ലെങ്കിൽ ലൈംഗികതയുടെ ആനന്ദം പോലും ഇതിനു മുന്നിൽ മങ്ങും. സന്യാസിമാർ ഇതിനെ രാമരസം എന്ന് വിളിച്ചു. അത് അമൃതമാണ്, അമൃതം. എന്നിട്ടും നിങ്ങൾ ആ അമൃതക്കടലിന്റെ തീരത്ത് ദാഹിച്ചു മരിക്കുകയാണ്.
നിങ്ങളുടെ സ്വന്തം കൈകൊണ്ട് സ്വന്തം കാലുകൾ വെട്ടിക്കളയുന്നു. ജീവിതത്തിന്റെ സന്തോഷം നശിപ്പിക്കുന്നതിനെയാണ് നിങ്ങൾ സന്തോഷമായി കരുതുന്നത്. ഈ അടിസ്ഥാനപരമായ തെറ്റ് തിരുത്തുന്നതുവരെ ഒരു ധ്യാനമോ ഒരു ആരാധനയോ ഒരു പ്രാർത്ഥനയോ നിങ്ങളെ സഹായിക്കില്ല. കാരണം പ്രാർത്ഥനയ്ക്ക് പോലും ബോധം ആവശ്യമാണ്. ബോധത്തിന് ഊർജം ആവശ്യമാണ്. എന്റെ വാക്കുകൾ ശ്രദ്ധാപൂർവം മനസ്സിലാക്കുക. ഞാൻ നിങ്ങളെ ലൈംഗികതയ്ക്ക് എതിരാക്കുകയല്ല, ലൈംഗികതയ്ക്ക് അപ്പുറത്തേക്ക് ഉയരാൻ പറയുകയാണ്. ഏണിയുള്ളവർക്ക് മാത്രമേ മുകളിലേക്ക് ഉയരാൻ കഴിയൂ. ചൂട് കിട്ടാൻ വേണ്ടി നിങ്ങൾ സ്വന്തം ഏണി തന്നെ കത്തിച്ചു കളഞ്ഞു. ഇപ്പോൾ എനിക്ക് എങ്ങനെ മുകളിലേക്ക് പോകാൻ കഴിയും എന്ന് കരയുകയാണ്.